ഒരുപാട് കാലം തർക്കത്തിലിരുന്ന ആ നബിദിനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പരിസമാപ്തി കുറിക്കുന്നു. അതിലൊരു തീരുമാനമായി. കാരണം ഈ നബിദിനം അങ്ങേയറ്റം അത്യാഘോഷപൂർവ്വം ആഘോഷിക്കുന്ന ഈ നബിദിന അനുകൂലികൾ ജന്മദിനത്തിനെ പറ്റി നമ്മുടെ കേരളക്കരയിലൊരു വ്യക്തി ജന്മദിനം ആഘോഷിച്ചപ്പോൾ അതിനെപ്പറ്റി അവരുടെ പരാമർശം, അത് യഹൂദ ക്രൈസ്തവരുടെ ആചാരമാണ്, അത് ഒരിക്കലും ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല, ഇസ്ലാമിന് അതിൽ യാതൊരു അസ്ലും ഇല്ല എന്നാണ് അവർ കൃത്യമായി ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചത്. ഇതിനെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് അനുകൂലിക്കുന്ന വ്യക്തികൾ, അനുകൂലിക്കുന്ന സംഘങ്ങൾ, സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാരാണ് ഇത് ചെയ്തത് എന്നാണ് വളരെയധികം പ്രശംസനീയമായ ഒരു കാര്യമാണത്. കാരണം ജന്മദിനം കാലങ്ങളായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ജനങ്ങളോട് പ്രബോധനം ചെയ്തു. ഈ ജന്മദിനം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അത് ഇസ്ലാമിലില്ല, അത് യഹൂദ ക്രൈസ്തവരിൽ നിന്നും ഷിയ വിഭാഗം കടം കൊണ്ട് അത് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയതാണ്, ഒരിക്കലും അതിന് യാതൊരു അസ്ലുമില്ല എന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാതിരുന്ന ഇവർ തന്നെ ഇപ്പോൾ കൃത്യമായി നോക്കൂ, മൈക്കുകൾ കെട്ടി കേരളക്കര മുഴുവൻ പറയുകയാണ്. അവർ പറയുകയാണ്, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അയാൾ ജന്മദിനം ആഘോഷിച്ചതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, അത് യഹൂദ ക്രൈസ്തവരുടെ ആചാരമാണ്, ഒരിക്കലും ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, ഇനിയിപ്പോ ഈ റബീഉൽ അവ്വലിൽ ജന്മദിനം, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുമ്പോൾ എങ്ങനെയാണ് ഇത് മാറ്റിമറിക്കപ്പെടുന്നത്? എങ്ങനെയാണ് ഇസ്ലാമിൽ തെറ്റിക്കപ്പെടുന്നത്? ജന്മദിനം ഒരു വ്യക്തികളുടെയും പാടില്ല എങ്കിൽ പിന്നെ ഏറ്റവും അതിവിശിഷ്ടനും ശ്രേഷ്ഠനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാടുണ്ടോ എന്ന് അവർ ചിന്തിക്കട്ടെ, പുനരാലോചിക്കട്ടെ എന്നാണ് ഇത്തരണത്തിൽ പറയാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.